വാവക്കാട് SNDP ശാഖയുടെ കീഴിലുള്ള ഗുരുതേജസ് പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ 12ാമത് വാർഷികാഘോഷവും കുടുംബസംഗമവും പറവൂർ SNDP യൂണിയൻ പ്രസിഡന്റ് CN രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാവക്കാട് SNDP ശാഖയുടെ കീഴിലുള്ള ഗുരുതേജസ് പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ 12ാമത് വാർഷികാഘോഷവും കുടുംബസംഗമവും മുത്താണ്ടശ്ശേരി J. സജീവിന്റെ വസതിയിൽ നടന്നു. പറവൂർ SNDP യൂണിയൻ പ്രസിഡന്റ് CN രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പൈസ കുട്ടികൾ ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ പറഞ്ഞെന്നാ ഞാനത് ഓഫർ ചെയ്തതിന്റെ വേണ്ടി അത് സാറത് ഓഫർ ചെയ്തതിന്റെ കുട്ടികൾക്കൊന്നും കിട്ടാതിരുന്നു. അപ്പൊ ഞാനൊന്ന് പതുക്കെ പിൻവലിച്ചു നോക്കാന്ന് വിചാരിച്ചു. 2 കൊല്ലം ഒന്ന് പിൻവലിച്ച് 5 പേർക്ക് കിട്ടട്ടെ. ഇതിൽ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. UP നമ്മുടെ ഈ വാവക്കാട് പോലത്തെ ഒരു കൊച്ചു ഗ്രാമമാണ്. അവിടെ ആ ഗ്രാമത്തില് 50 പേരാണ് ഇപ്പൊ നിലവിൽ സിവിൽ സർവീസിലുള്ളത്. അതിന്റെ പ്രധാന കാരണം ആ ഗ്രാമത്തിലുള്ള ഒരാള് സെൻട്രൽ സർവീസിൽ സീനിയർ IAS ഓഫീസറായിട്ട് റിട്ടയർ ചെയ്ത് വന്നിട്ട് പുള്ളിയുടെ സ്വന്തം ഗ്രാമത്തിൽ വന്നിട്ട് അവിടുത്തെ കുട്ടികളെ സിവിൽ സർവീസിൽ എത്തിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി 2ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് ഫൗണ്ടേഷൻ കോഴ്സ് അതിന്റെ പരിശീലനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ആ ഒരു പരിപാടി ആരംഭിച്ചതിന് ശേഷമാണ് ഇപ്പൊ 50ഓളം പേര് സിവിൽ സർവീസിലുണ്ട്. ഒരു കൊച്ചു ഗ്രാമം, ഈ വാവക്കാട് ഗ്രാമത്തിൽ 50 സിവിൽ സർവീസുകാരുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ എത്ര ഒരു ഇതാണ്. UP പല സ്ഥലങ്ങളിൽ ഗ്രാമങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഗ്രാമമെന്ന് പോലും പറയാൻ പറ്റാത്ത തരത്തിലുള്ള സ്ഥലങ്ങളാണ്. നമ്മുടെ ഇവിടെയൊക്കെ പോലെയൊന്നുമില്ല. അവിടെയൊക്കെ ഒരു രീതിയിലുള്ള വിദ്യാഭ്യാസം എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങൾ പോലും ഉണ്ട്. അങ്ങനെയുള്ള സ്ഥലത്താണ് ഒരു ഗ്രാമത്തിൽ മാത്രം 50 പേരുള്ളത്. അപ്പൊ അങ്ങേരെ വലിയൊരു ഡെഡിക്കേറ്റഡ് സർവീസ് അങ്ങേരെ അതിന് ആ ഗ്രാമത്തിലുള്ള കുട്ടികളെ സിവിൽ സർവീസിൽ എത്തിപ്പെടുത്തണം എന്നുള്ള വലിയ ദൃഢനിശ്ചയത്തോടു കൂടി ചെയ്യുന്നതുകൊണ്ടാണ് പുള്ളിക്ക് ആ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. 2ാം ക്ലാസ് കൂടി കുട്ടികളെ പഠിപ്പിച്ച് വന്നു കഴിഞ്ഞാൽ 5ാം ക്ലാസ്സിൽ എത്തിക്കഴിയുമ്പോഴേക്കും ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ വളരെ ഗംഭീരമായിട്ട് കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് 10th എത്തിക്കഴിയുമ്പോഴേക്കും ഏതാണ്ട് ഇതിലൊക്കെ പ്രാപ്തരാകും. എങ്ങനെയാണ് സിവിൽ സർവീസിൽ എത്തിപ്പെടാന്നുള്ളതിന്റെ മുഴുവൻ പാഠങ്ങളും അവർ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ +2 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞാൽ അതിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഗ്രാജുവേഷൻ അവരൊരു കടമ്പടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ റിസൾട്ട് വരും, എല്ലാ തവണയും വരും, ആരെങ്കിലും ഒരാളുണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പൊ അതുപോലെ നമ്മൾ വിചാരിച്ചാലും നടക്കൂല. അതിന് നമ്മൾ കുറെ കഠിന പ്രയത്നം നടത്തണം. അതിന് മാതാപിതാക്കളാണ് പ്രത്യേകിച്ച് അതിന് വേണ്ടി ചെയ്യേണ്ടത്. നമ്മളിപ്പോ സിവിൽ സർവീസിൽ തന്നെ എത്തണമെന്നില്ല. അതിന്റെ തൊട്ട് താഴെ ധാരാളം പോസ്റ്റുകളുണ്ട്. ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് കീഴിലാണെങ്കിൽ സ്റ്റാഫ് സെലക്ഷൻ ബോർഡിന്റെ ധാരാളം പോസ്റ്റുകളുണ്ട്. SNDP ശാഖ പ്രസിഡന്റ് OB സോമൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ ND പ്രഭാശങ്കർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് മെമ്പർ KB സുരേഷ് ബാബു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VS സന്തോഷ്, വാർഡ് മെമ്പർ സിന്ധു മനോജ്, SNDP ശാഖ സെക്രട്ടറി KR ശശിപ്പണിക്കർ, രക്ഷാധികാരി VJ ശ്യാംജി, കുമാരനാശൻ കുടുംബ യൂണിറ്റ് കൺവീനർ സജിത സിബിൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ ആഷ്ലിൻ K. ശശീന്ദ്രൻ, നഴ്സിംഗ് ഓഫീസർ സോബിൻ കുമാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. J. സജീവ് സ്വാഗതവും MB വേണുഗോപാൽ നന്ദിയും പറഞ്ഞു.